ഹായ് ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ദ ഹാർട്ട് ഓഫ് എ വിമൻ എന്ന് പറയുന്ന പോമാണ്. പോം തുടങ്ങുന്നതിന് മുൻപായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. യു മൈറ്റ് ഹാവ് സീൻ വിമൻ ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്. റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവകാശങ്ങളാണ്. ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാടുക അല്ലെങ്കിൽ പൊരുതുക എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഹിയർ ഈസ് എ പോം അബൌട്ട് എ വിമൻ ഹു ഡ്രീംസ് ഓഫ് ട്രാൻസ്ഫോമിങ് ഹർ ലൈഫ് ത്രൂ റിസൈലിയൻസ് ആൻഡ് സ്ട്രഗിൾ. സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോരാട്ടത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. റിസൈലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധശേഷിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പോരാട്ടത്തിലൂടെയും പ്രതിരോധത്തിലൂടെയും തൻ്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യണമെന്ന് സ്വപ്നം കാണുന്ന ഒരു സ്ത്രീയെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ഓഥർ ഓഫ് ദ പോം അല്ലെങ്കിൽ ഈ പോം എഴുതിയിട്ടുള്ളത് ജോർജിയ ഡഗ്ലസ് ജോൺസൺ ആണ്. നമ്മുടെ പോയത്തിൻ്റെ ടൈറ്റിൽ വരുന്നത് ദ ഹാർട്ട് ഓഫ് എ വിമൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സ്ത്രീയുടെ ഹൃദയം. 2 സ്റ്റാൻസയാണ് ഈ ഒരു പോയത്തിനുള്ളത്. ഫസ്റ്റ് സ്റ്റാൻസ നോക്കാം. ദ ഹാർട്ട് ഓഫ് എ വിമൻ ഗോസ് ഫോർത്ത് വിത്ത് എ ഡോൺ ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. ഫോർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രഭാതം അല്ലെങ്കിൽ പുലരി. അപ്പോൾ ദ ഹാർട്ട് ഓഫ് എ വിമൻ ഗോസ് ഫോർത്ത് വിത്ത് ദ ഡോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ആസ് എ ലോൺ ബേർഡ് സോഫ്റ്റ് വിങ്ങിങ് സോ റെസ്റ്റ്ലെസ്ലി ഓൺ. ലോൺ ബേർഡ് അല്ലേ? ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാഗിയായ, സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൃദുവായ അല്ലേ, നമുക്കറിയാം. വിങ്ങിങ് മീൻസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചിറകടിച്ച് പറക്കുന്നതിനെയാണ്. റെസ്റ്റ്ലെസ്ലി മീൻസ് വിശ്രമമില്ലാതെ. അപ്പോൾ എന്താണ് ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഏകാഗിയായ പക്ഷിയെപ്പോലെ മൃദുവായി ചിറകടിച്ച് വിശ്രമമില്ലാതെ. നെക്സ്റ്റ് ലൈൻ നോക്കാം. അഫാർ ഓവർ ലൈഫ്സ് ടെററ്റ്സ് ആൻഡ് വെയിൽസ് ഡസ് ഇറ്റ് റോം. അഫാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരെ. ടെററ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരങ്ങളുടെയോ അല്ലെങ്കിൽ കോട്ടകളുടെയോ ഒക്കെ ഗോപുരങ്ങളാണ്. ചെറിയ ഗോപുരങ്ങൾ അല്ലെങ്കിൽ താഴികക്കുടം, ചെറിയ ഗോപുരം, അതിനെയാണ് ടെററ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെയിൽസ് എന്ന് പറയുന്നത് താഴ്വര എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. റോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലയുക അല്ലെങ്കിൽ അലഞ്ഞു തിരിയുക എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ലൈന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അകലെ ജീവിതത്തിൻ്റെ ചെറു ഗോപുരങ്ങൾക്കും താഴ്വരകൾക്കും അപ്പുറം അത് അലഞ്ഞു തിരിയും അല്ലെങ്കിൽ അലഞ്ഞു നടക്കുന്നു. എന്ത്? ഒരു ഏകാഗിയായ പക്ഷിയെപ്പോലെ സ്ത്രീയുടെ ഹൃദയം. നെക്സ്റ്റ് ലൈൻ നോക്കാം. ഇൻ ദ വെയ്ക്ക് ഓഫ് ദോസ് ഇക്കോസ് ദ ഹേർട്ട് കോൾസ് ഹോം. വെയ്ക്ക് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടു പിന്നാലെ അല്ലെങ്കിൽ പിന്തുടരുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഇക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിധ്വനികളാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആ വരിയിൽ പറഞ്ഞിട്ടുള്ളത്? ഹൃദയം വീടെന്ന് വിളിക്കുന്ന ആ പ്രതിധ്വനികൾക്ക് പിന്നാലെ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് ആൻസറിൽ പറഞ്ഞിട്ടുള്ളത്? ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു. ഒരു ഏകാഗിയായ പക്ഷിയെപ്പോലെ മൃദുവായി ചിറകടിച്ച് വിശ്രമമില്ലാതെ ദൂരെ ജീവിതത്തിൻ്റെ ചെറു ഗോപുരങ്ങൾക്കും താഴ്വരകൾക്കും അപ്പുറം അത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ഹൃദയം വീടെന്ന് വിളിക്കുന്ന ആ പ്രതിധ്വനികൾക്കു പിന്നാലെ. ലാസ്റ്റ് ആൻസർ നോക്കാം. ദ ഹേർട്ട് ഓഫ് എ വിമൻ ഫോൾസ് ബാക്ക് വിത്ത് ദ നൈറ്റ്. ഫോൾസ് ബാക്ക് മീൻസ് തിരികെ വീഴുന്നു അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു സ്ത്രീയുടെ ഹൃദയം രാത്രിയോടൊപ്പം പിൻവാങ്ങുന്നു എന്നുള്ളതാണ് മീനിങ് വരുന്നത്. ഫസ്റ്റ് ആൻസറുടെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ എന്താ കണ്ടിട്ടുണ്ടായിരുന്നത്? ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു അല്ലേ? അപ്പം ഇരുട്ടാവുമ്പോൾ, രാത്രിയാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ സ്ത്രീയുടെ ഹൃദയം രാത്രിയോടൊപ്പം പിൻവാങ്ങുന്നു എന്നാണ് ഈ ലൈനിൽ പറയുന്നത്. അടുത്ത ലൈൻ നോക്കാം. ആൻഡ് എൻറ്റേഴ്സ് സം ഏലിയൻ കേജ് ഇൻ ഇറ്റ്സ് ഫ്ലൈറ്റ്. എൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവേശിക്കുക അല്ലേ? ഏലിയൻ മീൻസ് അന്യമായ അല്ലെങ്കിൽ അന്യഗ്രഹത്തിലുള്ള അല്ലെങ്കിൽ അപരിചിതമായ എന്നുള്ളതാണ് മീനിങ് വരുന്നത്. കേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൂടാണ് അല്ലേ? ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദുരവസ്ഥ. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയുടെ ഹൃദയം അതിൻ്റെ ദുരവസ്ഥയിൽ അതിന് അന്യമായ അല്ലെങ്കിൽ അപരിചിതമായ അല്ലെങ്കിൽ അന്യഗ്രഹത്തിൽ നിന്നുള്ള ഒരു കേജിലേക്ക്, ഒരു കൂട്ടിലേക്ക് അത് പ്രവേശിക്കുന്നു. ഇരുടാവുന്ന സമയത്ത്, രാത്രിയാവുന്ന സമയത്ത്. ഓക്കെ, ആൻഡ് ട്രൈസ് ടു ഫോർഗെറ്റ് ഇറ്റ് ഹാസ് ഡ്രീംഡ് ഓഫ് ദ സ്റ്റാർസ്.
അത് സ്വപ്നം കണ്ടിരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ച് മറക്കാൻ ശ്രമിക്കുന്നു. വൈൽ ഇറ്റ് ബ്രേക്സ് ഓൺ ദ ഷെൽട്ടറിങ് ബാർസ്. അപ്പോൾ അതിന് അഭയം കൊടുത്തിരുന്ന അഴികൾ, ഷെൽട്ടറിങ് ബാർസ്, അതിനെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് താൻ സ്വപ്നം കണ്ടിരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും മറക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നാണ് പറയുന്നത്. ആര്? ഒരു സ്ത്രീയുടെ ഹൃദയം. ഈ ഒരു പോയത്തിലൂടെ ഒരു സ്ത്രീയുടെ, അതായത് ഒരു സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീയുടെ ഹൃദയത്തെ കേജ്ഡ് ബേർഡുമായിട്ട്, അതായത് ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ബേർഡുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയത്തിൻ്റെ ഫസ്റ്റ് ആൻസയിലൂടെ പറയുന്നത് ഒരു ഫ്രീഡമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സ്ത്രീയുടെ ഹൃദയത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു പ്രഭാതം, ഓരോ പ്രഭാതവും ഒരു പുതിയ പ്രതീക്ഷയാണ് അല്ലേ. അപ്പോൾ ഒരു സ്ത്രീയുടെ ഹൃദയം പ്രഭാതത്തോടൊപ്പം മുന്നേറുന്നു എന്ന് പറയുമ്പം ഓരോ പ്രഭാതത്തിലും ഓരോ പ്രതീക്ഷയാണ്, തനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും എന്നുള്ള, തൻ്റെ കെട്ടുപാടുകളെല്ലാം പൊട്ടിച്ച് പറന്നുയരാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ അല്ലേ, ഒരു പക്ഷിയെപ്പോലെ. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ബേർഡുമായിട്ട് ഒരു സ്ത്രീയുടെ ഹൃദയത്തെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷിയെ സംബന്ധിച്ച് അതിന് പറന്നുയരാനായിട്ട് 2 ചിറകുകളുണ്ട്. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറന്നുയരാൻ ചിറകുകളുണ്ടെങ്കിൽ കൂടിയും അവളുടെ സ്വാതന്ത്ര്യമില്ലായ്മ അവളെ കെട്ടിയിടുകയാണ് ചെയ്യുന്നത് അല്ലേ. അതാണ് ഈ ഒരു ഫസ്റ്റ് ആൻസയിലൂടെ പറയുന്നത്. പ്രതീക്ഷയും ഒരു സ്ത്രീയുടെ പ്രത്യാശയും ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് ആൻസയിലൂടെ പറയുന്നത്. രണ്ടാമത്തെ ലൈനിൽ പറയുന്നത് ഒരു കേജ്ഡ് ബേർഡ്, ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു പക്ഷിയുമായിട്ടാണ് സ്ത്രീയുടെ ഹൃദയത്തെ ഉപമിച്ചിരിക്കുന്നത്. കാരണം പലപ്പോഴും സ്ത്രീകൾക്ക് പല കാര്യങ്ങൾക്കും സ്വാതന്ത്ര്യം കിട്ടാറില്ല അല്ലേ. ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിക്ക് അതിൻ്റെ ചിറകുകളടിച്ച് പറന്നുയരാനായിട്ട് കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അതേപോലെ തന്നെയാണ് സ്ത്രീയുടെ അവസ്ഥയും അല്ലേ. പല കാര്യങ്ങൾക്കും അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാറില്ല. സ്വന്തം കാര്യം ചെയ്യാൻ പോലും പലപ്പോഴും അവരുടെ ചുറ്റുമുള്ള ആളുകളോ അവരുടെ സർക്കംസ്റ്റാൻസസോ സമ്മതിക്കാറില്ല അല്ലേ. ഒരു സ്ത്രീ ഹൃദയത്തിൽ പലതരത്തിലുള്ള സ്വപ്നങ്ങളുണ്ടാവും. അവർക്കത് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്കതിന് കഴിയാതെ പോകുന്നു. ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെപ്പോലെ അവരും വീട്ടിനുള്ളിൽ തളയ്ക്കപ്പെടുന്നു പലപ്പോഴും അല്ലേ. അപ്പോൾ ആ ഒരു ഷെൽട്ടറിങ് ബാർസിനെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പറന്നു പോകാനുള്ള ആഗ്രഹം അവർക്കുള്ളിലുണ്ടെങ്കിലും പലപ്പോഴും സാഹചര്യം കൊണ്ട് അവർക്ക് സാധിക്കാറില്ല. അപ്പം രണ്ടാമത്തെ സ്റ്റാൻസയിൽ സ്ത്രീയുടെ ഹൃദയത്തെ ഒരു കേജ്ഡ് ബേർഡുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ദ ഹാർട്ട് ഓഫ് എ വിമൻ എന്ന് പറയുന്ന ജോർജിയ ഡഗ്ലസ് ജോൺസൻ്റെ ഈ ഒരു പോയത്തിൽ 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയും ഒരുപാട് കാര്യങ്ങൾ ഈ 2 സ്റ്റാൻസയിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.